ഹായ് മക്കളെ, നമുക്ക് തെർമോഡൈനാമിക്സിലുള്ള ഒരു ചെറിയൊരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല നല്ല ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദി റിയാക്ഷൻ, ഒരു റിയാക്ഷൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ, അതായത് എൻതാൽപ്പിയുടെ സൈനും എൻട്രോപ്പിയുടെ സൈനും എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എളുപ്പമാണ് ആക്ച്വലി. നോക്കിക്കേടാ, ഇവിടെ നോക്കിക്ക്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, എൻതാൽപ്പി നോക്കാം. ഇവിടെ 2 ക്ലോറിൻ ഗ്യാസ് വെറുതെ നിൽക്കുക. 2 ക്ലോറിൻ ഗ്യാസ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക അല്ലേ, 2 ക്ലോറിൻ ഗ്യാസ് നിൽക്കുക. ആ 2 ക്ലോറിൻ ഗ്യാസ് കമ്പൈൻ ചെയ്തിട്ട് Cl2 ആയതല്ലേ. അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ ഗ്യാസ് ബോണ്ട് ഫോം ചെയ്തല്ലേ. 2 Cl ബോണ്ട് ഉണ്ടാകുമ്പോഴല്ലേടാ Cl2 കിട്ടുക. അപ്പോൾ ഇത് ബോണ്ട് ഫോർമേഷനാണ്. ബോണ്ട് ഫോർമേഷൻ എന്ത് റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബോണ്ട് ഫോം ചെയ്യുമ്പം പൊതുവേ സിസ്റ്റം സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുക, അതായത് എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഡെൽറ്റ എച്ച് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഡെൽറ്റ എച്ച് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. അടുത്തെന്താ ചോദ്യം, ഡെൽറ്റ എസ് എൻട്രോപ്പി അല്ലേ ചോദ്യം. എൻട്രോപ്പി നിങ്ങൾക്ക് അറിയാം, സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും എൻട്രോപ്പി കൂടുതലായിരിക്കുക ഗ്യാസിനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ റിയാക്റ്റൻ സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട് നോക്ക്. റിയാക്റ്റൻ സൈഡിൽ ഒരു 2 ക്ലോറിൻ ഗ്യാഷ്യസ് ആറ്റം ഉണ്ട് റിയാക്റ്റൻ സൈഡിൽ. പ്രൊഡക്റ്റിലോ 1 ക്ലോറിൻ മോളിക്യൂൾ ഗ്യാസ് അല്ലേ ഉള്ളൂ. ഇവിടെ 1 ഗ്യാസേ ഉള്ളൂ അല്ലേ. ഇവിടെ 2 ഗ്യാഷ്യസ് ആറ്റം ഉണ്ടല്ലോ. അപ്പോൾ റിയാക്റ്റൻസിൽ നിന്നും പ്രൊഡക്റ്റിലോട്ട് പോകുമ്പം ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾ കുറഞ്ഞതല്ലേ. ഇവിടെ 2 ഗ്യാസ് ഉണ്ട്, ഇവിടെ 1 ഗ്യാസേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ മോൾ കുറഞ്ഞിട്ടുണ്ട്, അതായത് എൻട്രോപ്പി ഡിസോർഡർ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡെൽറ്റ എസ് നെഗറ്റീവാണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവാണ് നേരത്തെ പറഞ്ഞു. ഇവിടെ പിന്നെ ഗ്യാസിൻ്റെ എമൗണ്ട് പ്രൊഡക്റ്റ് സൈഡിൽ കുറവായതുകൊണ്ട് ഡെൽറ്റ എസും കുറവാണ്, അതായത് ഡെൽറ്റ എസും നെഗറ്റീവ്. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. 2 റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. കമൻറ്റ് ഓൺ ദി തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഓഫ് NO എന്നാണ് ചോദ്യം. അതായത് 2 റിയാക്ഷൻ തന്നിട്ട് ഇതിൽ ഓപ്ഷൻ നോക്കുക. NO ഈസ് മോർ സ്റ്റേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, NO2 ഈസ് മോർ സ്റ്റേബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതായത് ഇവിടെ NO ഫോം ചെയ്യുന്ന സമയത്തുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എത്ര, 90 kJ/mol. ഇവിടെ NO2 ഫോം ചെയ്ത സമയത്തുള്ള എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എത്ര, -74. അതിൻ്റെ അർത്ഥം എന്താടാ, NO ഫോം ചെയ്യുമ്പം എനർജി റിലീസ് ചെയ്തതല്ല, എനർജി അബ്സോർബ് ചെയ്തതാ. NOയിൽ നിന്നും NO2 ഫോം ചെയ്തപ്പം എനർജി റിലീസ് ചെയ്തതാണ്. അതായത് ഡെൽറ്റ എച്ച് ഇവിടെ എന്താ, നെഗറ്റീവാണ്. മക്കളെ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുന്ന റിയാക്ഷനാണ് പൊതുവെ കുറച്ചും കൂടി എന്താകുക, ഫേവറബിൾ ആകുക. അപ്പോൾ ഇവിടെ NOയിൽ നിന്നും NO2 ഫോം ചെയ്ത സമയത്ത് എനർജി റിലീസ് ചെയ്തതാണ്. എനർജി റിലീസ് ചെയ്യുക മീൻസ് സിസ്റ്റത്തിൻ്റെ എനർജി കുറയുക, അതായത് സ്റ്റെബിലിറ്റി കൂടുക. അതിൻ്റെ അർത്ഥം എന്താ, NO2 ആകുമ്പോൾ എനർജി റിലീസ് ചെയ്തു മീൻസ് ഈ റിയാക്ഷൻ കുറച്ചും കൂടിയും ഫേവറബിളാണ്. അതിൻ്റെ അർത്ഥം NOനേക്കാളും സ്റ്റേബിൾ ആരാ, NO2 ആണ്. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, NO2 ഈസ് മോർ സ്റ്റേബിൾ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. എളുപ്പമാണ്. അതായത് റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്ത് നോക്കണ്ടേ, വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ചാൽ, 1 മോൾ കോമ്പൗണ്ട് അതിൻ്റെ സബ്സ്റ്റിറ്റ്വൻ്റ് എലമെൻസിൽ നിന്നും ഫോം ചെയ്യുമ്പം എത്രമാത്രം എനർജി റിലീസ് ചെയ്തിട്ടുണ്ടോ ആ എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ അമോണിയൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ, 1 മോൾ NH3 ഫോം ചെയ്യുമ്പം എവിടുന്ന്, NH3ൻ്റെ ഒക്കറിങ് എലമെൻറ്റ്സ് ഏതൊക്കെ, N2ഉം ഹൈഡ്രജനും. അപ്പോൾ N2ൽ നിന്നും ഹൈഡ്രജനിൽ നിന്നും 1 മോൾ അമോണിയ ഫോം ചെയ്യുമ്പം ആ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ. ഇവിടെ നോക്കിക്കേ, ആക്ച്വലി 2 മോൾ അമോണിയ ഫോം ചെയ്തിട്ടില്ലേ. അപ്പോൾ ഈ തന്നിട്ടുള്ള വാല്യൂ ആക്ച്വലി എന്താ, 2 മോൾ അമോണിയ ഫോം ചെയ്യാനുള്ള എൻതാൽപ്പിയാണ്. പക്ഷെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ചാൽ 1 മോൾ അമോണിയ ഫോം ചെയ്യാനുള്ളതാണ് വേണ്ടത്. അപ്പോൾ 2 മോളിൻ്റെത് -92.4 അല്ലേ. അപ്പോൾ എൻതാൽപ്പി ഫോർമേഷൻ എന്ന് വെച്ചാൽ 1 മോളിൻ്റെതല്ലേ. അപ്പോൾ 2ൻ്റെത് -92.4 ആണെങ്കിൽ ഒന്നിൻ്റെ എന്തായിരിക്കും, -92.4/2 ചെയ്താൽ മതി. അപ്പോൾ -92.4/2 നിങ്ങൾ ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയാൽ എന്താ ആൻസർ വരിക, ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. എളുപ്പമാണല്ലോ. അതോടെ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിലുള്ള എല്ലാത്തിൻ്റെ എൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ബിയുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സിയുടെയും ഡിയുടെ ഒക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് ഈ റിയാക്ഷൻ്റെ ടോട്ടൽ എൻതാൽപ്പിയാണ് ചോദ്യം. എങ്ങനെ ഒരു റിയാക്ഷനിലുള്ള ഓരോന്നിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് ആ റിയാക്ഷൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഇക്വേഷനിലുള്ളൂ. ഏതാ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അല്ലേ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സീൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താ നോക്കിക്കേ. സീൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറഞ്ഞേ Y ആണ്.
അവിടെ 3 C ഉണ്ട്, അപ്പോൾ 3 × Y എന്ന് എഴുതണം. പ്ലസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഡി എന്താ തന്നിട്ടുണ്ട്, Z എന്ന് എഴുതണം. അപ്പോൾ ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ഇനി റിയാക്റ്റൻസിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും കൂടി എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് AW ആണ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് B എന്താ മക്കളെ, X അല്ലേ. പക്ഷേ അവിടെ 2 B ഉണ്ടായത് കൊണ്ട് നിങ്ങൾ 2x ആയിട്ട് എടുക്കണം. അതിൻ്റെ കോയിഫിഷ്യൻറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഹിൻഡ് ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആ റിയാക്ഷനിലുള്ള ഓരോന്നിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് എല്ലാം കൂട്ടുക മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്താൽ മതി, എക്സും വൈയും സെറ്റിൻ്റെ ഒക്കെ ടേമിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ അല്ലേ? അപ്പം നല്ല 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാക്സിമം പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അടുത്ത ഇനി വരുന്ന എക്സാമിലൊക്കെ മാക്സിമം നല്ലപോലെ സ്കോർ ചെയ്യാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.